നേതാക്കളെ തളിപ്പറമ്പിൽ തിരുത്തി അണികൾ. ഇന്നുവരെ കേരളത്തിൽ CPM-ൽ കേട്ടുപരിചയമില്ലാത്ത തരത്തിലൊരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. അതായിരുന്നു തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നടപടി. CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജീവിത പങ്കാളിയുമാണ്. പാർട്ടി ശക്തി കേന്ദ്രത്തിൽ യോഗ്യരായ സ്ഥാനാർത്ഥികൾ മറ്റനേകം പേർ വേറെയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് PK ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ചോദ്യം ആദ്യം ഉയർന്നത് മറ്റെവിടെയുമല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ്. അതുയർത്തിയതാകട്ടെ CPM-ന്റെ ജില്ലയിലെ തന്നെ സമുന്നതനായ നേതാവായിരുന്ന TK ഗോവിന്ദനും. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്നായിരുന്നു TK ഗോവിന്ദന്റെ നിലപാട്. താൻ അധ്യക്ഷനായി നടന്ന മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നുവെന്നാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. യോഗ്യരായ മറ്റനേകം പേരെ തഴഞ്ഞ് ഈ നിലയിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിൽ പ്രതിഷേധിച്ച് താൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നത് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KPCC അംഗവുമായ അദ്ദേഹം ഇക്കുറിയും സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ UDF ക്യാമ്പിന് ഒട്ടും പ്രതീക്ഷിക്കാതെ വീണുകിട്ടിയ അവസരമായിരുന്നു PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം. ആന്തൂരിലെ സാജന്റെ ആത്മഹത്യാ വിവാദത്തിൽ കുറ്റാരോപിതയായ ശ്യാമളയെ എളുപ്പത്തിൽ തകർക്കാനാവുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അതിന് അബ്ദുൾ റഷീദിനേക്കാൾ നല്ലത് TK ഗോവിന്ദൻ തന്നെയെന്ന് UDF നേതൃത്വം കണക്കുകൂട്ടി. പകരം അബ്ദുൾ റഷീദിനെ ധർമ്മടം മണ്ഡലത്തെ സ്ഥാനാർത്ഥിയാക്കി. TK ഗോവിന്ദന്റേത് അച്ചടക്ക ലംഘനമെന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ഭാഷ്യം. പാർലമെന്ററി വ്യാമോഹം TK ഗോവിന്ദന്റെ മനസ്സിൽ കടന്നുകൂടിയെന്ന് വിമർശിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പാർട്ടി കോട്ടയായി ജില്ലയിലെ ഏറ്റവും ശക്തമായ തളിപ്പറമ്പിൽ ജയം നേടാനാവുമെന്ന് നേതൃത്വം കണക്കുകൂട്ടി. PK ശ്യാമള തന്നെ LDF-ന് വേണ്ടി മത്സരിച്ചു. TK ഗോവിന്ദനെ UDF പിന്തുണച്ചപ്പോഴും 3000 വോട്ട് ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തുമെന്ന് CPM കണക്കുകൂട്ടി. പക്ഷേ വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ 12627 വോട്ട് ഭൂരിപക്ഷത്തിലാണ് TK ഗോവിന്ദൻ ജയിച്ചത്.